അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭനിലേക്ക് ഞാൻ പോയി. അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ, നമ്മൾ ഇന്നലെയും ഈ വിഷയം ചർച്ച ചെയ്തതാണ്. ഇന്നിപ്പോൾ ഇതിലേക്ക് എത്തുമ്പോൾ മുഖ്യമന്ത്രിയുടെ വിശദീകരണം ലഭിക്കുകയാണല്ലോ. മുഖ്യമന്ത്രി ഒരു നിർദ്ദേശം നൽകിയിട്ടില്ല, മുഖ്യമന്ത്രിയുടെ ഓഫീസ് അങ്ങനെ ഒരു നിർദ്ദേശം നൽകിയിട്ടില്ല, മെറ്റയെ സ്വാധീനിക്കാനുള്ള കഴിവ് തനിക്കില്ല എന്ന് പറയുമ്പോൾ അദ്ദേഹം പറയുന്നു CMO പേജ് പോലും തിരിച്ചു കിട്ടിയിട്ടില്ല എന്ന്. അതൊരു യാഥാർത്ഥ്യമായി തോന്നുന്നുണ്ട്. കാരണം പിണറായി സർക്കാരിൻ്റെ കാലത്ത് മുഖ്യമന്ത്രിയുടെ പേജിന് എത്രത്തോളം ലൈക്കുകളും ഷെയറുകളും ഉണ്ടായിട്ടുണ്ട്, എത്രത്തോളം അതിൻ്റെ വ്യൂസ് ഉണ്ടായിട്ടുണ്ട് നമ്മുടെ വലിയ കണക്കുണ്ട്. പക്ഷേ ഇപ്പോൾ അത് വളരെ തുലവും തുച്ഛമാണ്, വളരെ ദുർബലമാണ് അതിൻ്റെ അവസ്ഥ. അപ്പോൾ അങ്ങനെ മുഖ്യമന്ത്രി അവിടെ വിശദീകരിക്കുന്നുണ്ട്. പക്ഷേ ഒരു കേന്ദ്രം പ്രവർത്തിക്കുന്നു, അത് സർക്കാരുമായി ബന്ധപ്പെട്ട കേന്ദ്രമെന്ന് പറയുമ്പോൾ അത് പോലീസിനെ സംശയിക്കാമോ അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ? ഇന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് പബ്ലിക്കായിട്ടൊരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞത്. അത് PTI റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പ്രധാനപ്പെട്ട ദേശീയ മാധ്യമങ്ങളിലെല്ലാം വന്നിട്ടുണ്ട്. ഡെക്കാൻ ഹെറാൾഡ്, ഹിന്ദുസ്ഥാൻ ടൈംസിലൊക്കെ ഓൺലൈനായിട്ട് വന്നു കഴിഞ്ഞു. അതൊരു പ്രധാനപ്പെട്ട ന്യൂസാണ്. കാരണം കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്തും സംഭവിക്കാവുന്ന കാര്യമാണ്. കേന്ദ്രത്തിൻ്റേതായിട്ടുള്ള ഒരു ഡയറക്ഷൻ നമ്മൾ നേരത്തെ കണ്ടതുപോലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒരു സ്പീച്ച് റിമൂവ് ചെയ്തെന്ന് പറഞ്ഞതിനെ മാപ്പ് ചോദിക്കുക, പാർലമെൻ്ററി പാനൽ അതിൽ പ്രതിഷേധിക്കുകയൊക്കെ ചെയ്തത് നമ്മൾ കണ്ടു. അപ്പോൾ അഭിപ്രായ സ്വാതന്ത്ര്യത്തിൽ ഗവൺമെൻറ്റുകൾ കടന്നു കയറുന്നുണ്ടോ എന്നുള്ളത് രാജ്യം മുഴുവൻ ശ്രദ്ധിക്കുന്ന ഒരു വിഷയമാണ്. നിയമപരമായിട്ട് വളരെ പ്രാധാന്യമുണ്ട്. അപ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇത്ര ഗൗരവമായിട്ടൊരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തുകയും അതിൽ അദ്ദേഹം സംശയമില്ലാതെ പറയുകയാണ്, ഞാനും എൻ്റെ ഓഫീസോ ഇടപെട്ടിട്ടില്ല. കൂടാതെ പറയുകയാണ്, ആരാണോ ഇതിൽ അഗ്രീഡ് പാർട്ടി, ഇപ്പം നിങ്ങൾക്കാണ് ഇതിൽ പരാതി ഉള്ളതെങ്കിൽ പരാതി കൊടുക്കണം, ഗവൺമെൻറ് നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് പറയുകയാണ്, ഞാനതിന് സപ്പോർട്ട് ചെയ്യുമെന്ന് പറയുകയാണ്. അങ്ങനെ പറയുമ്പോൾ തൽക്കാലം അദ്ദേഹം പറയുന്നത് വിശ്വസിക്കുക എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അങ്ങനെ വളരെ ആധികാരികമായിട്ട് അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്, ഗവൺമെൻറ്റിൽ നിന്ന് ഒരു നിർദ്ദേശം പോയിട്ടില്ല. അപ്പോൾ വീണ്ടും എടുത്ത് ചോദിച്ചു, രത്തൻ ഖൽക്കറോ മറ്റാരെങ്കിലും, ഇല്ല, എൻ്റെ ഓഫീസിൽ നിന്ന് ആരും അങ്ങനെ ഒരു നിർദ്ദേശം കൊടുത്തിട്ടില്ല, ഗവൺമെൻറ്റിൽ നിന്ന് ഒഫീഷ്യലായിട്ട് അങ്ങനെ പോയിട്ടില്ല എന്ന് പറയുന്നു. അപ്പോൾ മെറ്റയിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയ റിപ്ലൈ, ഇപ്പം നേരത്തെ IT വിദഗ്ധനത് ചൂണ്ടിക്കാണിച്ചതുപോലെ അത് നിയമപരമായിട്ടുള്ളൊരു തടസ്സമാണെന്ന് മെറ്റ നിങ്ങൾക്ക് റിപ്ലൈ ചെയ്തു. ആ ഒരു അവസ്ഥയിൽ ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് സിവിലായിട്ടുള്ള, മെറ്റയിൽ തന്നെ ഇൻറ്റേർണൽ കംപ്ലൈൻറ്റ് മെക്കാനിസം ഉണ്ട്, അതിൽ ഗ്രീവൻസ് മെക്കാനിസം ഉണ്ടെങ്കിൽ അവിടെ പരാതി കൊടുക്കുക. അതിനുശേഷം സ്റ്റാറ്റ്യൂട്ടറി ആയിട്ട് നിയമപരമായിട്ട് ഒരു സിവിൽ കോടതിയിൽ, കാരണം കേരള ഹൈക്കോടതിയുടെ വളരെ സുപ്രധാനമായ ഒരു വിധി റിപ്പറ്റീഷൻ 9839 ഓഫ് 2024 23 മെയ് 2026 ഈ വർഷം തന്നെ മെയ്യിൽ വന്ന വിധിയിൽ പറയുന്നത്, ഒരു ഇൻ്റർമീഡിയറിക്ക്, ഇപ്പോൾ ഗൂഗിളോ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമോ ഫേസ്ബുക്കോ പോലുള്ള മാധ്യമങ്ങൾക്ക്, അതായത് സോഷ്യൽ മീഡിയ ഇൻ്റർമീഡിയറി, അവർക്ക് ഈ അതിനകത്ത് കൺട്രോൾ ചെയ്യാൻ എത്രമാത്രം കപ്പാസിറ്റി ഉണ്ട്. അതിൽ ഇപ്പോൾ ചില കാര്യങ്ങൾ റൂളിൽ, എത്തിക്സ് കോഡിനകത്ത് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്, അത് ഈ ഇൻ്റർമീഡിയറീസിന് റിമൂവ് ചെയ്യാം. അതിനകത്ത് പറയുന്ന ചില കാര്യങ്ങൾ ഞാൻ വായിക്കാം. സാധാരണക്കാർക്ക് ഇതായത് ഓപ്സീൻ ആയിട്ടുള്ള കാര്യങ്ങൾ, പോർണോഗ്രാഫിക് ആയിട്ടുള്ളത്, പിഡോഫിലിക് ആയിട്ടുള്ളത്, ഇൻവേസീവ് ഓഫ് അനദേഴ്സ് പ്രൈവസി ഇൻക്ലൂഡിങ് ബോഡിലി പ്രൈവസി, ഇൻസൾട്ടിങ് ഓർ ഹരാസിങ് ഓൺ ദ ബേസിസ് ഓഫ് ജെൻഡർ, അതായത് ലിംഗാധിക്ഷേപം, റേഷ്യലി ഓർ എത്നിക്കലി ഒബ്ജക്ഷണബിൾ, റിലേറ്റിംഗ് ടു ഓർ എൻകറേജിങ് മണി ലോണ്ടറിങ് ഓർ ഗാംബ്ലിംഗ്, ഓർ ആൻ ഓൺലൈൻ ഗെയിം ദാറ്റ് കോസസ് യൂസർ ഹാം, or promoting enmity between different groups on the grounds of religion or caste with intent to incite violence. അതായത് അക്രമത്തിന് ആഹ്വാനം ചെയ്യുന്നതോ അബ്യൂസ് ചെയ്യുന്നതോ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്യാം. പക്ഷെ അതിനകത്ത് ഡിഫമേറ്ററി ആയിട്ടുള്ള കാര്യങ്ങൾ റിമൂവ് ചെയ്യാനുണ്ടായിരുന്നു. എത്തിക്സ് കോഡിനകത്ത് ഇൻ്റർമീഡിയറീസിന് അത് റിമൂവ് ചെയ്യാനുണ്ടായിരുന്ന ഒരു വകുപ്പ് ഈ ഡിഫമേറ്ററി എന്നുള്ള വാക്ക് തന്നെ എടുത്തു കളഞ്ഞു 2022. അപ്പോൾ അതോടുകൂടി അതായത് വ്യക്തിപരമായ അധിക്ഷേപമാണെന്ന് ഒരാൾക്ക് പരാതി ഉണ്ടെങ്കിൽ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിന് അത് തീരുമാനിക്കാനുള്ള അധികാരമില്ല. അത് എയും ബിയും തമ്മിലുള്ള തർക്കമായിരിക്കും. ഇപ്പോൾ കോൺഗ്രസിൻ്റെ പ്രതിനിധി പറയുന്നു, ഇത് വിമർശനമല്ല, വ്യക്തിപരമായ അധിക്ഷേപമാണെന്ന്. അങ്ങനെയാണെങ്കിൽ റൂൾ ഓഫ് ലോ അനുസരിച്ച് പറയുന്നത്, ആർക്കെതിരെയാണോ അധിക്ഷേപം അദ്ദേഹത്തിന് കോടതിയെ സമീപിക്കാനുള്ള അവകാശമുണ്ട്. അതാരാണെങ്കിലും, എല്ലാവരും നിയമത്തിന് മുകളിൽ സമന്മാരാണ്. പ്രധാനമന്ത്രിയാണെങ്കിലും മുഖ്യമന്ത്രിയാണെങ്കിലും ഒക്കെ വ്യക്തിപരമായ അധിക്ഷേപമാണെങ്കിൽ കൂടി പ്രത്യേകമായ സവിശേഷമായ അധികാരങ്ങളില്ല. അവർക്ക് ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിനോട് എനിക്കെതിരെയുള്ള അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്കെതിരെയുള്ള ഒരു ന്യൂസ്, പ്രധാനമന്ത്രിക്കെതിരെയുള്ള ന്യൂസ് അധിക്ഷേപകരമാണ്, അതുകൊണ്ട് റിമൂവ് ചെയ്യണമെന്ന് പറയാനുള്ള അവകാശമില്ല. അവർക്ക് കോടതിയിൽ നിന്നൊരു ഓർഡർ ഉണ്ടെങ്കിൽ മാത്രം, ഒരു കോമ്പിറ്റൻറ്റ് കോർട്ട് ഡിക്ലെയർ ചെയ്യണം, ഇത് ഡിഫമേറ്ററിയാണ്, ഇത് അപകീർത്തികരമാണ്, ഇത് എടുത്തു കളയണമെന്ന് കോടതി നിർദ്ദേശിക്കുകയാണെങ്കിൽ. യൂസഫ് അലിയുടെ കേസുണ്ട്, ഡൽഹി ഹൈക്കോടതിയിൽ അങ്ങനെ അദ്ദേഹം പോയിരുന്നു, മറുനാടനെതിരെ ഒരു കേസ് കൊടുത്തു, അതിൽ ഡൽഹി ഹൈക്കോടതി നിർദ്ദേശിച്ചു. അതേപോലെ കോടതിയിൽ നിന്ന് ഒരു സിവിൽ സൂട്ടിനകത്തൊരു നിർദ്ദേശം വരികയാണ്, അപകീർത്തികരമായതുകൊണ്ട് കണ്ടന്റ് റിമൂവ് ചെയ്യണമെന്ന് പറഞ്ഞാൽ മാത്രമേ മെറ്റായ്ക്ക് ഇത് റിമൂവ് ചെയ്യാനുള്ള അധികാരമുള്ളൂ. അല്ലാതെ മെറ്റായ്ക്ക്
ഒരു ജഡ്ജിയുടെ അഡ്ജുഡിക്കേറ്ററി അതോറിറ്റി ഇല്ല. അതിനകത്ത് ഇത് അപകീർത്തികരമാണ്, അതുകൊണ്ട് ഞങ്ങൾ ഓട്ടോമാറ്റിക്കലി റിമൂവ് ചെയ്തു, അല്ലെങ്കിൽ നിയമപരമായിട്ട് അപകീർത്തികരമാണ്, നിയമവിരുദ്ധമാകും, ഡിഫമേഷൻ നിയമവിരുദ്ധമാണ്. പക്ഷെ അത് ആരാണ് പറയേണ്ടത്? ഒരു ഡിക്ലറേഷൻ വേണം കോടതിയിൽ നിന്ന്. ഇത് കേരള ഹൈക്കോടതി അസന്നിഗ്ധമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഇതിലൊരു സംശയം വന്ന സ്ഥിതിക്ക് ഇപ്പോൾ ചെയ്യേണ്ടത് ആർക്കാണോ ഇതിൽ പരാതിയുള്ളത്, അഗ്രീവ്ഡ് ആയിട്ടുള്ള, ഇപ്പോൾ റിപ്പോർട്ടർ ടി വിക്ക് ആണെങ്കിൽ ഈ മെറ്റാ പ്ലാറ്റ്ഫോമിനെ കോടതിയിൽ ആൻസറബിൾ ആക്കുക എന്നുള്ളതാണ്. അപ്പം അവർ അവിടെ വന്ന് ഒരു അഫിഡവിറ്റ് ഫയൽ ചെയ്യേണ്ടി വരും, ഏത് സാഹചര്യത്തിലാണ് ഇത് റിമൂവ് ചെയ്യേണ്ടി വന്നത്. ഇതുപോലുള്ള സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരികയാണെങ്കിൽ അത് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു വീഴ്ചയാണ്. ഒരു വ്യക്തിയുടെ പരാതിയായിട്ട് ഇതിനെ കാണാൻ പറ്റുകയില്ലല്ലോ. ഇപ്പോൾ ഈ പറയുന്ന ഒരു സംവിധാനം അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ആ സംവിധാനം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും സർക്കാർ സംവിധാനമായിരിക്കില്ല. മുഖ്യമന്ത്രി എന്ന് പറയുന്നത് തൻ്റെ ഓഫീസിൽ നിന്ന് എന്നുള്ളതാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അങ്ങനെ ഒരു പരാതി പോയിട്ടില്ല, മുഖ്യമന്ത്രിയുടെ ഓഫീസ് അങ്ങനെ ഒരു കാര്യം, ഒരു നടപടിയുമായി പോയിട്ടില്ല എന്ന് പറയുമ്പോൾ സർക്കാർ സംവിധാനങ്ങളിൽ നിന്നുള്ള പരാതിയാകാം, പോലീസ് അതിൽ ആക്ട് ചെയ്താകാനുള്ള സാധ്യത കൂടുതലല്ലേ? അല്ല, അത് മെറ്റയല്ലേ പറയുന്നത്. മെറ്റയാണ് പറയുന്നത് അവരുടെ ആ ക്ലെയിം എത്രമാത്രം സത്യസന്ധമാണെന്നുള്ളത് കോടതിയിൽ അവർ അത് അഫിഡവിറ്റ് സഹിതം അതിന് തെളിവ് കൊടുക്കണം. കോടതിയിൽ പരാതിക്കാരൻ പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്കിത് സിവിലായിട്ടുള്ള നഷ്ടം ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഇതിൽ ഇൻറ്റേർണലായിട്ട് പരാതി കൊടുത്തിട്ട് അതിൽ നടപടി എടുത്തിട്ടില്ല, അപ്പോൾ മറ്റേ ക്ലെയിം ചെയ്യുന്നത് പോലെ ഒരു ഗവൺമെൻറ് ഡയറക്ഷൻ ഇല്ല എന്ന് പറഞ്ഞ് പോവുകയാണെങ്കിൽ അത് വിശദീകരിക്കാനുള്ള ബാധ്യത അവർക്കുണ്ട്. ആ വിശദീകരണം വരുമ്പോഴേ നമുക്ക് എത്രമാണ് കൃത്യമായിട്ടാണ് മറ്റേ ഇത് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ എന്ത് ബേസിസിലാണ്, എന്തെങ്കിലും അൽഗോരിതം വെച്ചിട്ടുണ്ടോ അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെയുള്ള കാർഡുകൾ വന്നു കഴിഞ്ഞാൽ എടുത്തു മാറ്റില്ല. ഇപ്പം പ്രധാനമന്ത്രിയുടെ കാര്യത്തിലൊക്കെ മാപ്പ് പറയേണ്ടി വന്നതുകൊണ്ട് എല്ലാ സംസ്ഥാനത്തിലെയും ഭരണകർത്താക്കൾക്കെതിരെ പോലും ഒന്നും അങ്ങനെ വല്ലതും ഉണ്ടോ? മെറ്റ എന്തെങ്കിലും ചെയ്തിട്ടുണ്ട്? ഏതാണെങ്കിലും മുഖ്യമന്ത്രി ഇത് അസന്നിഗ്ധമായിട്ട് നിഷേധിച്ച സ്ഥിതിക്ക് ഇനിയിപ്പോൾ പരാതി നിൽക്കുന്നത് മെറ്റയ്ക്കെതിരെ മാത്രമായിരിക്കും. ആദ്യത്തെ ഘട്ടത്തിൽ മെറ്റ എന്തെങ്കിലും തെളിവ് കൊണ്ടുവരട്ടെ, ഇങ്ങനെ ഒരു ഗവൺമെൻറ്റിൽ നിന്ന്, കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്നോ എവിടെ നിന്നെങ്കിലും ഒരു ഡയറക്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ അത് കോടതി സമക്ഷം വെക്കുകയാണെങ്കിൽ മാത്രമേ അടുത്ത പടിയിലേക്ക് നമുക്ക് സംശയത്തിൻ്റെ ഇതിൽ മാത്രം നിന്നുകൊണ്ട് ഊഹാപോഹങ്ങളുടെ പുറത്ത് ഒരാളെ കുറ്റപ്പെടുത്താൻ കഴിയില്ലല്ലോ. മുഖ്യമന്ത്രി ആയതുകൊണ്ടല്ല, ഒരു സാധാരണ വ്യക്തിയാണെങ്കിൽ പോലും ഒരു സംശയമുള്ളത് കൊണ്ട് മാത്രം ഒരാളെ കുറ്റപ്പെടുത്താൻ കഴിയില്ല. അതുകൊണ്ട് കോടതിയിൽ പോയിട്ട് നമുക്ക് പ്രശ്നം വന്നിരിക്കുന്നത് മെറ്റയുടെ ഭാഗത്തു നിന്നാണ്. അപ്പം മെറ്റയെ അതിൽ കക്ഷിയാക്കുക, അവിടെ നിന്ന് എന്ത് സാഹചര്യത്തിലാണ് ഇത് ചെയ്തത്, അത് നിയമപരമായിട്ട് ചെയ്യാൻ പാടില്ലാത്തതാണെങ്കിൽ അത് കോമ്പൻസേഷൻ ചോദിക്കാനും പറ്റും. അതാണ് ഇപ്പോഴുള്ള വഴി. ശരി. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.